ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്കയുടെ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് കഴുകി അതിൻ്റെ വാലും തലയൊക്കെ മുറിച്ചെടുത്ത് കുട്ടി കുട്ടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചോളാം. ചൂടായി കഴിയുമ്പം നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തോളുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചുവന്ന മുളക്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോഴത്തേക്കും അത് റെഡിയാവും. ഇനിയിപ്പോൾ അടുത്തത് ആരൊക്കെയാണെന്നല്ലേ, നമ്മുടെ സവോളയുണ്ട്, കുറച്ച് ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ നമ്മുടെ തേങ്ങ കൊത്തി അരിഞ്ഞതും ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. കുറച്ച് വെണ്ടയ്ക്കായ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടെല്ലാം കുറച്ച് കുറച്ച് വെച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കൂടുതൽ മുളക് പൊടി, അത് നല്ല എരിവുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പം അതും ഈ പറഞ്ഞ പോലെ കരിഞ്ഞു പോവാതെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്കായ കുട്ടി കുട്ടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് ഇളക്കിക്കൊള്ളുക. എന്നിട്ടുണ്ടല്ലോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനാവശ്യമായ ഉപ്പ് കൂടെ, ഞാനോ ഏകദേശം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാടില്ല. അപ്പോൾ ആ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി നമുക്കൊരു 5-10 മിനിറ്റ് നേരത്തേക്ക് വെച്ചോളുക. പക്ഷെങ്കിൽ വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഞൊളിപ്പുണ്ടല്ലോ, അത് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ടാവുകൊണ്ട് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിച്ച് വല്ലാണ്ടായി പോകും കേട്ടോ. അതുകൊണ്ട് അപ്പം നമ്മൾ കുറച്ച് നേരം ആദ്യം ഒന്ന് അടച്ചു വെച്ചു, പിന്നെ തുറന്നു, പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കരിഞ്ഞു പിടിക്കുന്നു. അപ്പോൾ വീണ്ടും അടച്ചു വെച്ചു, പിന്നെ ഇതാ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ വെണ്ടയ്ക്കായ ഫ്രൈ എളുപ്പമായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഞുളുവെളുപ്പ് പോലെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് തുറന്ന് വെച്ചാൽ മതിയാവും. അതൊക്കെ ആയി കിട്ടും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഇത് മാത്രമൊന്നും പറയാം ചോറുണ്ണാനായിട്ട്, ഉള്ള കാര്യം പറയാമല്ലോ. ഇതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് എന്തെങ്കിലും ഇച്ചിരി മോര് കറിയോ എന്തെങ്കിലും ഒരു കുഞ്ഞു കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാം. പിന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ നല്ല എരിവുള്ളതൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. 1-2 മുളകൊക്കെ കടിക്കാനിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ. ടാറ്റാ.